നമസ്കാരം. പ്രകൃതിയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളാണ് ചിലന്തി. എന്നാൽ അതിസങ്കീർണമായ ഈ വല നെയ്യാനുള്ള കഴിവ് പരിണാമഘട്ടത്തിൽ ചിലന്തിക്ക് അബദ്ധത്തിൽ കിട്ടിയതാണ്. ഏകദേശം 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ജനറ്റിക് മിസ്റ്റേക്ക്. ചിലന്തികളുടെ പൂർവികർ കടലിൽ ജീവിച്ചിരുന്ന തേളുകളെ പോലെയോ അല്ലെങ്കിൽ ഹോർഷൂ ക്രാബ് എന്ന ജീവിയോ പോലെയോ ഉള്ളവരായിരുന്നു. അന്ന് അവയ്ക്ക് ശ്വസിക്കാൻ സഹായിച്ചിരുന്നത് ബുക്ക് എന്ന അവയവങ്ങളായിരുന്നു. കാലക്രമേണ ഇവ കരയിലേക്ക് കയറുകയും ശ്വസനത്തിനായി ഈ ഗിൽസുകൾ ബുക്ക് ലങ്സ് ആയി പരിണമിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ മാറ്റം വരാത്ത ചില ഗിൽസുകൾ ശരീരത്തിന്റെ പിൻഭാഗത്ത് ബാക്കിയാവുകയും ഈ അവയവങ്ങളിലെ കോശങ്ങൾ സ്രവങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിവുള്ളവയുമായിരുന്നു. ഈ സ്രവം വരുന്ന കോശങ്ങളാണ് പിൽക്കാലത്ത് സിൽക്ക് ഗ്രന്ഥികളായി മാറിയത്. ആദ്യകാലങ്ങളിൽ ഈ ദ്രാവകം ഇരപിടിക്കാനായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. കടലിൽ നിന്ന് കരയിലേക്ക് വന്നപ്പോൾ അതിജീവനം വളരെ കഠിനമായി. ശരീരത്തിലെ ഈർപ്പം നിലനിർത്താനും മുട്ടകളെ സംരക്ഷിക്കാനും സിൽക്ക് ദ്രാവകം വലിയ സഹായമായി. സിൽക്ക് ഗ്രന്ഥികളിൽ നിന്ന് പുറത്തു വരുന്ന ഈ സ്രവം ശക്തമായൊരു നൂലായി മാറുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അബദ്ധം വഴിയാണ്. അതായത് ജീൻ ഡ്യൂപ്ലിക്കേഷൻ വഴിയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും DNA അടങ്ങിയിട്ടുണ്ട്. കോശവിഭജനം നടക്കുമ്പോൾ DNA ഇരട്ടിക്കാറുണ്ട്. ഈ സമയത്ത് റീകോമ്പിനേഷൻ എന്ന പ്രക്രിയയിൽ വരുന്ന പിഴവുകൾ മൂലമോ റെട്രാ ട്രാൻസ്പോസിഷൻ വഴിയോ ഒരു ജീനിന്റെ 2 കോപ്പികൾ ഒരേ ക്രോമസോമിൽ വരാം. അപൂർവമായി സംഭവിക്കുന്ന ഈ ഒരു പിഴവാണ് ജീൻ ഡ്യൂപ്ലിക്കേഷൻ. ഒരു ജീൻ ഇരട്ടിക്കുമ്പോൾ ആ ജീവിക്ക് ഒരേ ഗുണമുള്ള 2 ജീനുകൾ ലഭിക്കുന്നു. ഇതിൽ ഒരു ജീൻ അതിന്റെ പഴയ ജോലി, ഇവിടെ 8 കാലികളുടെ കാര്യത്തിൽ മുട്ടകൾക്ക് കവചമുണ്ടാക്കുക എന്ന ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ രണ്ടാമത്തെ പകർപ്പിന് മേൽ അത്ര സമ്മർദ്ദമില്ലാത്തതിനാൽ അതിൽ കാലക്രമേണ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഈ മാറ്റങ്ങളിലൂടെ സ്പിഡ്രോയിൻ എന്ന അതിശക്തമായ പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള കഴിവ് ആ രണ്ടാമത്തെ ജീൻ നേടിയെടുത്തു. പഴയ ജീൻ സാധാരണ സിൽക്ക് നിർമ്മിക്കുമ്പോൾ മാറ്റം വന്ന പുതിയ ജീൻ കൂടുതൽ ശക്തിയുള്ളതും വലിച്ചാൽ പൊട്ടാത്തതുമായ പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ തുടങ്ങി. എന്നാൽ ഈ ഗ്രന്ഥികൾ സിൽക്ക് ദ്രാവകം ഉണ്ടാക്കിയെങ്കിലും അത് കൃത്യമായി പുറത്തേക്ക് വിടാനും നൂലുകളായി നെയ്യാനും മറ്റൊരു ഉപകരണം കൂടി വേണമായിരുന്നു. അവിടെയാണ് കാലുകളുടെ പങ്ക് വരുന്നത്. ചിലന്തിയുടെ പൂർവികർക്ക് വയറിന് താഴെ നീന്താനും നടക്കാനും സഹായിക്കുന്ന ചെറിയ കാലുകൾ ഉണ്ടായിരുന്നു. കരയിൽ ഇവ ഉപയോഗശൂന്യമായപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ച ജനിതക മാറ്റങ്ങളിലൂടെ ഇവ സിൽക്ക് ഗ്രന്ഥികളുമായി ബന്ധിക്കപ്പെട്ടു. ഈ കാലുകളാണ് പിന്നീട് ഇന്നത്തെ വിരലുകൾ പോലെയുള്ള സ്പിന്നററ്റുകളായി മാറിയത്. മ്യൂട്ടേഷൻ വഴി സ്പിന്നററ്റുകൾ ഉണ്ടായതോടെ ഈ സിൽക്ക് ഉപയോഗിച്ച് സങ്കീർണമായ രൂപങ്ങൾ നെയ്യാൻ അവർക്ക് കഴിഞ്ഞു. ഈ പരിണാമ ചരിത്രത്തിലെ മറ്റൊരു രസകരമായ കാര്യം, ചിലന്തികൾ വല നെയ്യാൻ തുടങ്ങിയത് പറക്കുന്ന പ്രാണികൾ ഭൂമിയിൽ വർദ്ധിച്ച അതേ കാലത്താണ്. അതായത് പ്രകൃതി ഒരേ സമയം വലയും അതിൽ കുടുങ്ങാനുള്ള ഇരയെയും ഒരുക്കി എന്ന് പറയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.